आपल्या इकडे येणाऱ्या प्रमुख अतिथींचे, सन्माननीय अतिथींचे लवकरच त्यांचं आगमन इथे होणार आहे. सर्वजण त्याच्या प्रतीक्षेत आहेत. आजचा सोहळा हा केरळीय समाजमच्या संस्थेसाठी महत्त्वाचा आहे. महाविद्यालयाने आतापर्यंत जी काही कामगिरी केलेली आहे त्याच्यात हा एक आजचा दिवस सुवर्णाक्षराने लिहिला जाईल. जी इमारत आहे त्याला अजून 1-2 मजले चढवलेले आहेत आणि अजून सोयी सुविधांची सोय केलेली आहे. त्याच्या उद्घाटन प्रसंगाचा हा सोहळा आहे. സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മേഖലയിലെ അനന്ത സാധ്യതകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയ സമാജം ഡോംബിവില്ലിയുടെ ഏറ്റവും പുതിയ നാഴികക്കല്ലായ മോഡൽ കോളേജിന്റെ 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷം നടക്കുന്ന ഈ വിദ്യാഭ്യാസ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ആദ്യ പടിയായ ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും 3ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 5ാം നിലയുടെ ഒരു ഭാഗത്തിന്റെയും 6ഉം 7ഉം നിലകളിലേക്കുള്ള പ്രവേശനോദ്ഘാടനത്തിന്റെ ഭാഗമായ നാടമുറിക്കൽ ചടങ്ങും പൂർത്തീകരിച്ച് ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനത്തിനായി നമ്മൾ കാത്തിരിക്കുന്ന മുഖ്യാതിഥി ആദരണീയനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീ PS ശ്രീധരൻ പിള്ള അവർകളെ ആദരപൂർവം വേദിയിലേക്ക് ആനയിക്കുകയാണ്. അദ്ദേഹത്തെ കേരളീയ സമാജം ഡോംബിവില്ലിയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സമാജം എന്ന നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ നെഞ്ചിലേറ്റുന്ന നമ്മുടെ കേരളീയ സമാജത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ EP വാസു അവർകൾ ആണ് വേദിയിലേക്ക് സ്നേഹാദരപൂർവം അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുവരുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പരമോന്നത സ്ഥാനങ്ങളിൽ ഒന്നായ ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്ന പ്രൗഢഗംഭീര ഭാവം, പ്രാവീണ്യം തെളിയിച്ച തികഞ്ഞ നിയമജ്ഞൻ, മുൻ മിസോറാം ഗവർണർ എന്ന അനുഭവ സമ്പത്ത്, ഭരണഘടനാപരമായി രാഷ്ട്രപതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഗോവ സ്റ്റേറ്റിലെ നിലവിലെ ബഹുമാനപ്പെട്ട ഗവർണർ, ഇതിലെല്ലാം ഉപരി അഡ്വക്കേറ്റ് ശ്രീ PS ശ്രീധരൻ പിള്ള എന്ന ബഹുമാനപ്പെട്ട ഗവർണർ ഒരു സാഹിത്യകാരൻ കൂടിയാണ്. ഏതാണ്ട് 200-ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതമുളവാക്കുന്ന വസ്തുതയാണ്. അതിൻ്റെ അത്ഭുതത്തിൻ്റെ ആഴം കൂട്ടുന്നത് ഈ 200-ൽ പരം പുസ്തകങ്ങളിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ള മേഖലകളുടെ വൈവിധ്യമാണ് സുഹൃത്തുക്കളെ. കവിത, കഥ, സഞ്ചാര സാഹിത്യം, നിയമം, ഹാസ്യം, ചരിത്രം, രാഷ്ട്രീയം, സാമ്പത്തികം, സാംസ്കാരികം, സാമൂഹികം, ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം സാഹിത്യ ശാഖയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്നതിൽ തർക്കമില്ല. ഇന്ന് ഇങ്ങനെയൊരു സാംസ്കാരികവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മുഹൂർത്തത്തിൽ ഉദ്ഘാടകനായി നമുക്ക് ലഭിച്ച ആലപ്പുഴയിലെ വെൺമണിയിൽ മലയാളിയായി ജനിച്ച് മലയാള ഭാഷയ്ക്ക് കൂടി അഭിമാനമായ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻ പിള്ള അവർക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സുമനസ്സുകളുടെയും പേരിൽ, കേരളീയ സമാജത്തിന്റെ ഭരണസമിതിയുടെ പേരിൽ ഏറെ ഊഷ്മളമായ ഒരു സായാഹ്നം ആശംസിക്കട്ടെ. We are honored to have Shri PS Sridharan Pillai, the current governor of Goa. He has also served as governor of Mizoram from 2019 to 2021. Before holding the position as governor of Goa, he has been conferred with the honorary doctorate degree by University of Bhubaneswar in 2023 in the hands of Honorable 14th President of India, Shri Ramnath Kovind ji. He is an arts graduate and has taken a bachelor's degree in law. Sir has a passion of writing and he has authored more than 200 books and have been awarded multiple times for his literary contribution. We are really blessed and honored to have such an eminent, renowned personality within us today for this inaugural ceremony. സുഹൃത്തുക്കളെ, തീർച്ചയായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏതൊരു ഔദ്യോഗിക ചടങ്ങും നടക്കുന്ന വേദി പൂർണ്ണമാകണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രധാനിയും ഉന്നതാധികാരിയും ആ വേദിയിൽ ഉണ്ടായിരിക്കണം എന്ന് കേരളീയ സമാജം ഭരണസമിതി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മുടെ മോഡൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്ര P ബംബാഡ്കർ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുത്തുകയുണ്ടായി. സർ, please be honored by Kerala Samajam Governing Council, students, parents and non-teaching staff of our Kerala Samajam
the head of our institution by having an honorable seat on dais, sir. പ്രിൻസിപ്പൽ ശ്രീ ബെമ്പാഡ്കർ സാഹിബിന് കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരു ശീതള സായാഹ്നം ആശംസിച്ചു കൊള്ളട്ടെ. സുഹൃത്തുക്കളെ, ഇത്തരം ഔദ്യോഗികമായ അധികാര സ്ഥാനങ്ങളുടെ ഔന്നത്യങ്ങളിൽ വിലസിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഇത്തരം വേദികളിൽ ഈ വേദിയുടെ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിൻ്റെ അനുസരിച്ച് ആദ്യം നമ്മൾ ഈ ചടങ്ങുകൾ എല്ലാം ആരംഭിക്കുന്നത് ദേശീയ ഗാനത്തോടു കൂടിയായിരിക്കും. അടുത്തതായി ദേശീയ ഗാനം ആലപിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് മാതൃദേശത്തെയും ദേശീയ ഗാനത്തെയും ആദരിക്കാം. ഭാഗ്യവിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗാ വിന്ദ ഹിമാചല യമുനാ ഗംഗ ഉത്കല ജലജിതരംഗ തബ ശുഭ നാമേ ജാഹേ തബ ശുഭ ആശിഷ മാഹേ ഗാഹേ തബ ജയ ഗാഥാ जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे भारत माता की. ഈ വേദിയുടെയും സദസ്സിൻ്റെയും ഔപചാരികമായ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഔപചാരികമായ സ്വാഗത ആശംസ നടത്തുന്നതിനു വേണ്ടി കേരളീയ സമാജത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ രാജശേഖരൻ നായർ നമുക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. Good evening to all. Distinguished guests, esteemed faculty members, honored students, Kerala Samajam members, ex-office bearers of Kerala Samajam, senior members, and ladies and gentlemen. It is my great pleasure to welcome you all for the inaugural function of the third phase of our college building. And it would be a very graceful moment for us because our His Excellency Advocate Shri P.S. Sridharan Pilla is already inaugurated the sixth and seventh floor of our building. It's a very remarkable day for the people of Domboli. As you all know, Model College stands tall in the city of Domboli as a lighthouse to the learning students. And you all know that yesterday was Guru Purnima, day before yesterday, and our foundation day of this college was on 6th of July. So these all coincident with this auspicious function of today, and it's a grand event to celebrate. There is no much introduction is need to for our esteemed guest, His Excellency Governor of Goa, Shri P.S. Sridharan Pillai. He has written a lot. He is a well-known writer, administrator, advocate. To explain more, he is a very, very friendly to the people. As a matured politician, he has become as the Goa governor now, and of course it is a pride for the Keralites also that we have brought our governor, means from a Malayali governor, to the inauguration of this third phase. I heartily welcome Shri Sridharan Pilla sir for our function, and I wholeheartedly welcome all the dignitaries sitting on the stage, our
President Shri E.P. Vasu, our Chairman Shri Varghese Daniel, our Principal Shri Bambadekar Sir, and esteemed guests, faculties who are present here from our school, all the staff, students, and I just want to, I am glad that the staff and non-teaching, teaching members of our all establishments are here to witness this occasion. That too is a very happy moment for all of us. Once again, I wholeheartedly welcome you all for this auspicious function, and I don't want to further bore you or further extend my speeches. All wish you a wonderful day and a good day to you all. Thank you. Thank you. Now, I request Chairman Varghese Daniel to felicitate our distinguished guest, His Excellency Shri A.P. Sridharan Pillai, with a bouquet. And a shawl will be, I request the President, Shri E.P. Vasu, and a wonderful memento from our part. It's a and it's a wonderful gift to mark the legacy of Maharashtra. That is a Shivaji Maharaj monument is that. And of course, when Kerala Samajam is okay, that we are all Kerala, but the fact is that we are two Maharashtrians also. So of course, the legacy of Maharashtra, keeping in mind, we have given a memento, keeping the legacy of Maharashtra, that is a small image of Chhatrapati Shivaji. And I'm sure that His Excellency will like that, and it will be a showpiece in his room, official room, as well as in his house. Thank you. Thank you once again. അടുത്തതായി ഈ ചടങ്ങുകളിലെ ഭദ്രദീപം കൊളുത്തി ആരംഭിക്കുന്ന ചടങ്ങുകളാണ്. ഭദ്രദീപം കൊളുത്തുന്നത് നമ്മുടെ വേദിയിലുള്ള ഡിഗ്നറ്ററീസ് എല്ലാവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തുകയും അതോടൊപ്പം പ്രാർത്ഥനാ ഗീതം ആലപിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഗവർണർ ഓഫ് ഗോവ P.S. ശ്രീധരൻ പിള്ള സർ, നമ്മുടെ പ്രിൻസിപ്പൽ, ഗവേണിംഗ് കൗൺസിൽ ഓഫീസ് ബെയറേഴ്സ്, പ്രാർത്ഥനാ ഗീതം ശ്രീ ഗണേഷ് അയ്യർ ആലപിക്കുന്നതായി. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ.
ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളെന്ന ശാപങ്ങൾ ബന്ധുവാകേണമേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ആ ചീഫ് ഗസ്റ്റിനെ കുറിച്ച് കൊണ്ട് നമ്മൾ ആദ്യം സംസാരിപ്പിക്കണമെന്ന് ആദരപൂർവ്വം ഓർത്തതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു ചെയർമാൻ സംസാരിച്ചതിന് ശേഷമേ സംസാരിക്കുള്ളൂ. തീർച്ചയായിട്ടും ചെയർമാൻ ശ്രീ വർഗീസ് ഡാനിയൽ നമ്മളോട് സംസാരിക്കുന്നതായി. Good afternoon, everyone. It gives me great pleasure to address you all today on the occasion of the inauguration of the third phase of development of Model College. We are also celebrating the 36th foundation day of our Model College, a proud milestone in our journey of education and growth. Dear all, we are truly honored to have with us today His Excellency Sri P.S. Sridharanpilla Sir, the Governor of Goa, our respected principal, my colleagues, and other esteemed guests, and on the dais and off the dais, and of course, all our dear Kerala Samajam members, friends, and our young leaders. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന മഹാനായ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറ് നമുക്കെല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്വപ്നത്തിൽ ഈ ബിൽഡിങ്ങിൽ ഒരു ഗവർണറിന് വരണം എന്നുള്ളത് നമ്മുടെ സമാജത്തിൻ്റെ മെമ്പർമാരുടെ എല്ലാം കൂടെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നത് സഫലമായിരിക്കുന്നു. ഷോർട്ട് ടൈമിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് കാരണം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എൻ്റെ ബന്ധുവായ CK ഷാജി മുഖേനയാണ്. കഴിഞ്ഞ മാസം മൂവാറ്റുപുഴയിലുള്ള അവരുടെ സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷന് സാറ് അവിടെ വരികയുണ്ടായി. അന്ന് ഞാൻ ഷാജിയോട് പറഞ്ഞു, നമ്മുടെ ഇനാഗറേഷനും അടുത്തിടെ വരുന്നുണ്ട്, ഡേറ്റ് പറയാൻ സാധിക്കില്ല, നമ്മുടെ ഫംഗ്ഷനും വന്നാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 26-ാം തീയതിയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓസ് കിട്ടിയത്. അതിനുശേഷം ഭാഗ്യം കൊണ്ട് എൻ്റെ മകനും എൻ്റെ ബന്ധുവായിട്ടുള്ള CK ഷാജിയും അദ്ദേഹം ഗോവയെ ക്ഷണിക്കുകയുണ്ടായി. അന്ന് തന്നെ ഞാനൊരു ലെറ്റർ കൊടുത്തു വിട്ടു. ആ ലെറ്റർ കിട്ടിയ ഉടനെ ഡയറി അദ്ദേഹം തിരിച്ചു നോക്കിയിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചത്തോടെ ഡേറ്റ് ആയിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നത്. അന്ന് നാളെയും മറ്റന്നാളും കേരളത്തിലൊരു നേരത്തെ ഒരു ഡേറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച വരാൻ സാധിക്കും എന്ന് എന്നെ വിളിക്കുകയും ഞാൻ കമ്മിറ്റിയോട് ആലോചിച്ചതിന് ശേഷം വെള്ളിയാഴ്ച സമ്മതിച്ചു. 4:30 തൊട്ടാണ് നമ്മൾ നേരത്തെ ഫംഗ്ഷൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സാറിന് ഇന്ന് വൈകിട്ട് 7:15 ഫ്ലൈറ്റ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്നതിന് വേണ്ടി 4 മണിയാക്കി.
ഈ സാർ ഇവിടെ വന്നതിൽ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. ഷോർട്ട് ടൈമിൽ തന്നെ ഇവിടെ വന്നു നമ്മുടെ എല്ലാം ഇവിടെ സ്വപ്നമായിട്ടുള്ള ഈ ബിൽഡിങ്ങിൻ്റെ എൻഡ് ഫേസിൽ ഇവിടെ വന്നിട്ട് ഒരു ഗവർണറെ കൊണ്ട് ഇനാഗറേഷൻ ചെയ്യാൻ സാധിച്ചതിൽ കേരളീയ സമാജത്തിൻ്റെ മെമ്പർമാരുടെ ഇതിലും മോഡേൺ കോളേജിൻ്റെ ഇതിലും എൻ്റെ വ്യക്തമായിട്ടുള്ള രീതിയിലും സാറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നിയമിത ചവാൻജിയും രാജേഷ് മൊറജിയും വരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അവരുടെ CM ആയിട്ടുള്ള മീറ്റിംഗ് നടക്കുവാണ്. ഇന്നൊരു അരമണിക്കൂർ മുമ്പേ കൂടെ ഞാൻ സംസാരിച്ചു. അപ്പം എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കും അത്രയും പെട്ടെന്ന് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിന് 5 മണിക്ക് ഇവിടുന്ന് പോകുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിനെ അതുകൊണ്ടാണ് അത് ശ്രീധരൻപിള്ള സാർ പറഞ്ഞതിന് ശേഷമുള്ള സ്പീച്ചിലേക്ക് ക്ഷണിക്കുന്നത്. എനിക്ക് മുമ്പോട്ട് വരേണ്ടതും വന്നത്. सतत प्रगती करते राहणारा आपल्या केरळी समाजम मॉडर्न कॉलेज आणि मॉडर्न कॉलेज यांच्या अध्यक्ष नात्याने आज मी तुमच्या समोर उभा आहे. सामान्य लोकांनी एकत्र येऊन सुरू झालेले केरळी समाजम आता 77 वर्ष पूर्ण झालेलं आहे. मॉडर्न शाळा 59 वर्ष तर मॉडर्न कॉलेजला 36 वर्ष. डोंबिवलीकर नागरिकांना उत्तम शिक्षण देण्यासाठी शिक्षण देते आहेत. मला आनंद वाटतो मॉडर्न कॉलेज फेज 2 आणि फेज 3 माझ्या कार्यकालात पूर्ण झालेले आहे. केरळ माझा जन्मभूमी आहे. हा तर महाराष्ट्र आणि विशेष करून डोंबिवली माझा कर्मभूमी आहेत. KSD started with a humble beginning and has now grown into a strong community of over 8,000 members. At present, we are proud to say that we have 10 schools, 3 nurseries, and a combined strength of more than 6,000 students. Our esteemed institution, Model College, an empowered autonomous body, currently has a strength of over 7,500 students enrolled various academic programs. We have a state-of-the-art of G+7 building with a total built-up area of 1,20,500 square feet. The campus includes 62 spacious classroom, 7 computer lab, 7 science lab for physics, chemistry, biology and microbiology, a well-equipped library, a gymkhana, 2 auditorium, ground floor and 7th floor. But this is just a beginning. We have many dreams yet to fulfill. Courses such as a BCA, MCA, BBA, MBA, PhD Information Technology and Hospitality Management. Our ultimate goal is to become a deemed university. With your continued support, your prayers and your blessing, we are confident that we will achieve this vision. ഈ ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടി 4-5 കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ട് സമാജത്തിൻ്റെ ഏകദേശം 8,000 ആൾക്കാരുടെയും മെമ്പർമാരുടെയും ആത്മാർത്ഥതയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ബിൽഡിംഗ് നമുക്ക് 7 നില ചെയ്യാനെ കൊണ്ടും സാധിച്ചത്. താങ്ക് യു ഓൾ ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ഗ്രേറ്റ് ഡേ. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര. ജനകീയത മുഖംമൂടിയാക്കിയ പല നേതാക്കന്മാരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനകീയത സ്വന്തം മുഖമാക്കി കൊണ്ടു നടക്കുന്ന ആദ്യത്തെ ഒരു ഒരു ജനകീയനായിട്ടുള്ള നേതാവിനെയാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ മുഖ്യ അതിഥി ശ്രീധരൻപിള്ള സാറ് തന്നെയാണ്. കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടു കാണും, എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെയർമാൻ്റെ സംസാരത്തിന് ശേഷം മുഖ്യ അതിഥിയെ കൊണ്ട് സംസാരിപ്പിക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് കൂടി സംസാരിച്ചതിന് ശേഷമായിരിക്കും. താങ്ക് യു സർ, യു ആർ ഗ്രേറ്റ്. പ്രസിഡന്റ് ശ്രീ EP വാസു, പ്രസിഡൻഷ്യൽ അഡ്രസ്. Evening to one and all.
respected Chief Guest, His Excellency Sri P.S. Sridharan Pillai, Governor of Goa, our Principal, Dr. Ravindra Ambadekar, our Chairman, Sri Varghese Daniel, General Secretary Sri Rajashekharan Nair, distinguished guests, teaching and non-teaching staff, dear students, parents, members of Kerala Samajam Dombivli. It is an honor and privilege to stand before you on this auspicious occasion. Today marks a significant milestone not only in the history of Model College but also in the journey of Kerala Samajam Dombivli. Our organization, which began with a small group of Pravasi Malayalis in 1949, has grown into the largest Malayali organization in the Asian continent, with over 8,000 members. The Model School, established in the year 1966, provides quality education to over 4,800 students, while the Model College, started 1989, caters to over 6,700 students. Our institutions offer a comprehensive education system from KG to PG and PhD studies, providing the best opportunities for students in Dombivli and surrounding areas. This success is a testament to the foresight, planning and selfless service of our past office bearers and governing council members. Our achievements in education and culture are remarkable, and our institutions are renowned for academic excellence in the Thane district. This is a direct result of the dedication and hard work of our teaching and non-teaching staff, as well as the positive policies support of our management. I would like to express my sincere gratitude to each one of you for your unwavering support and cooperation. We are grateful to the people of Dombivli, government authorities, KDMC, public representatives, and educational authorities for their guidance and assistance throughout our journey. I am particularly honored to have His Excellency Sri P.S. Sridharan Pillai, Governor of Goa, with us today. Sir, your presence is a blessing, and we are grateful for your consent to be here despite of your busy schedule. Your contributions as a legal luminary and writer in Malayalam are truly inspiring. In conclusion, I would like to express my warm wishes to everyone present here. I look forward to hearing from our Chief Guest and Guest of Honor. Thank you. Thank you, President Sir. So, next one, സാഹിത്യത്തിൻ്റെ സമസ്ത മേഖലകളും കൈയടക്കിയ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ശ്രീ P.S. Sridharan Pillai, His Excellency of the Goa Governor, will deliver the speech for us. Please, sir. ഇവിടെ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് 4:55 മുതൽ 5 മണി വരെയാണ്, 5 മിനിറ്റാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ടൈമിനാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 7 മണിക്ക് മുമ്പായി എനിക്ക് അവിടെ എത്തേണ്ടത് കൊണ്ട് ഈ ടൈം ഷെഡ്യൂള് എനിക്ക് വളരെ ഗുണകരമായി എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പേര് എടുത്ത് എല്ലാവരുടെയും പറയുന്നില്ല. ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് വളരെ ആഹ്ലാദകരമായ നിമിഷമാണ്. ഒന്ന്, ഇവിടെ എത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ വിളിച്ച് ഇതിൻ്റെ സംഘാടകരോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ സംസാരിക്കണോ മലയാളത്തിലോ? അപ്പോൾ പറഞ്ഞു 99% ആളുകളും മലയാളികളാണ്, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ എനിക്ക് കിട്ടിയൊരു വലിയ അവസരമായി ഞാൻ ഇതിനെ കരുതുകയാണ്. നമ്മൾ വളരുകയാണ്, നമ്മുടെ രാജ്യം വളരുകയാണ്, മഹാരാഷ്ട്ര വളരുകയാണ്, മലയാളികൾ വളരുകയാണ്.
ഇവിടെ വന്നപ്പോൾ ഒരു വിസ്മയമായി എനിക്ക് തോന്നുന്നു. ഞാൻ ധരിച്ചു വച്ചിരുന്ന ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഏറ്റവും ശക്തമായ അസോസിയേഷൻ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ അവരാണ് മുന്നിലെന്ന് കരുതിയ ഒരാളാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് വിസ്മയമെന്ന് ഞാൻ പറയാനിടയായത്. ഇതാ ഇത്രയും സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു. 10,000-ഓളം ആളുകൾ ഉള്ള ഈ മലയാളി സമാജം, കേരളീയ സമാജം വാസ്തവത്തിൽ ഏറ്റവും വലുതാണ് എന്നെനിക്ക്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കേരളീയ സമാജമാണെന്നാണ് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മലയാളിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, എവിടെ പോയാലും ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചാൽ നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം. ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികളുണ്ട്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മലയാളികൾക്കെല്ലാവരും വലിയ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെല്ലാം എവിടെ പോയാലും മലയാളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ, തമിഴിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ പ്രഭാവം, വ്യക്തിത്വം അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സമൂഹം മലയാളികളാണ്. അതുകൊണ്ട് ഒപ്പീനിയൻ മേക്കേഴ്സ് ലോകത്തെവിടെയും മലയാളികളാണ്. എന്തൊക്കെ വെല്ലുവിളികളുണ്ടായാലും ആ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നൊസ്റ്റാൾജിയ എന്ന പദം, ഗൃഹാതുരത്വം എന്ന പദം ഞാനിവിടെ ഉപയോഗിക്കാനിടയായത്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സ് ചെകഞ്ഞടിത്തട്ടിലേക്ക് എത്തിയാൽ, നിങ്ങളുടെ കേരളത്തിലെ മലയാളക്കരയിലെ ബാല്യം, അനുഭവങ്ങൾ, തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങൾ, ഇതെല്ലാം നിങ്ങളിൽ എപ്പോഴും മാഞ്ഞു പോകാതെ കിടക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാഹിത്യം, ഏറ്റവും കൂടുതൽ സാഹിത്യ എഴുത്തുകാരുടെ പുതിയ തലമുറ വരുന്ന എവിടെ നോക്കിയാൽ, എൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ, പഠനത്തിൽ നമ്മുടെ നാടിന്, കേരളത്തിന് പുറത്തുള്ള പ്രവാസികൾക്കിടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാഹിത്യത്തിൻ്റെതായ ഉന്നതി ഉണ്ടാകുന്നതെന്ന് കാണാൻ സാധിക്കും. ബുക്കുകൾ വിൽക്കുന്നതിനെ പറ്റി നിങ്ങൾ DC-യോടോ ആരോട് വേണം ചോദിച്ചോളൂ. ഏറ്റവും കൂടുതൽ ബുക്കുകൾ വിറ്റ് എഴുത്തുകാരെയും പ്രസാധകരെയും രക്ഷിക്കുന്നതും ഈ നമ്മുടെ മലയാളികളായ, പ്രവാസികളായ മലയാളികളാണെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇതെല്ലാം ശുഭോദർക്കമായ കാഴ്ചയാണ്. അപ്പോഴാണ് ഇവിടെ എത്തിയ അവസരത്തിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സംഘാടകർ എനിക്ക് തന്ന കേരളീയ സമാജത്തിൻ്റെ ഇത് വായിച്ചപ്പം എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കാരണം ഇത്രയൊക്കെ സാധിക്കുമോ? മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ഇത്രയൊക്കെ സാധിക്കുമോ? ഇവിടെ ഇനിയിപ്പം ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി പോലുള്ള സങ്കല്പമാണ് ഇതിൻ്റെ ചെയർമാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. എല്ലാം സാധിക്കട്ടെ, സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമ്മുടെ മലയാളക്കരയുടെ ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പുതിയ തലമുറക്ക് അറിയില്ല. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാലം മാറുകയാണ്, നമ്മുടെ സങ്കല്പങ്ങൾ മാറുകയാണ്. ആ മാറുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉൾക്കൊള്ളുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഗൃഹാതുരത്തിൻ്റെ പരിണംബനങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇവിടെയുള്ള ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് ഉചിതമായ മറുപടി എന്ന് ഞാൻ വിനയപുരസ്സരം പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ബോംബെ മലയാളി സമാജത്തിൻ്റെ പരിപാടിക്ക് ഞാൻ എത്തേണ്ടതായിരുന്നു. അപ്പോഴാണ് ഒഫീഷ്യലായി ഒരു പ്രോഗ്രാം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ പരിപാടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗവർണറായ ശേഷമുള്ള ആദ്യത്തെ പരിപാടി എന്ന് ഞാൻ ആഹ്ലാദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 5 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാനും സാധിക്കില്ല. മാത്രമല്ല എനിക്ക് 5 മണിക്ക് പോവുകയും വേണം, 5 ആകുന്നു. ഇപ്പം ന്യൂട്ടൻ്റെ തിയറി, മാത്തമാറ്റിക്സ് ഞാൻ പണ്ടേ മണ്ടനാണ്, പഠിച്ചപ്പം SLC വരെ എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി ജയിച്ചയാളാണ്. എനിക്ക് മാത്തമാറ്റിക്സിൽ വലിയ പിടിപാടില്ല. പക്ഷെ ഞാനൊന്ന് പറയാം, നിങ്ങൾ നെറ്റിലേക്ക് പോയി നോക്കിയാൽ ആരാണ് പൈ തിയറി കൊണ്ടുവന്നത്? മാത്തമാറ്റിക്സിലെ പൈ തിയറി ഉണ്ടല്ലോ.
ആ പൈ തിയറി പ്രകാരമാണ് 3.14 എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി ആ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 3.14 എന്നുള്ള ഡെസിമൽ നമ്മുടെ കേരളത്തിൽ ഇരിങ്ങാലക്കുടയിൽ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗമഗ്രാമ മാധവൻ, ഇന്നല്ലേ നിങ്ങളുടെ കുട്ടികൾ നമ്മളെല്ലാവരും അറിയേണ്ടി വരും. ഇപ്പം പല വിദേശ യൂണിവേഴ്സിറ്റികളിലും ഈ ന്യൂട്ടൻ്റെ തിയറിയെ സംബന്ധിച്ച് പറയുമ്പം 3.14 എന്ന തിയറിയെ സംബന്ധിച്ചിടത്തോളം 10 ഡെസിമൽ വരെ, ഇത് രണ്ടേ ഉള്ളൂ, 10 ഡെസിമൽ വരെ 15-ാം നൂറ്റാണ്ടിൽ കണ്ടിരുന്ന ഒരാൾ സംഗമഗ്രാമം മാധവൻ. തൃശ്ശൂരുകാരുണ്ട്, അവർക്ക് അവരുടെ ഇരിങ്ങാലക്കുടയെ പറ്റി അറിയാം. പക്ഷെ അവിടെ പോയി ചോദിച്ചാലും സംഗമഗ്രാമം മാധവനെ പറ്റി പറയാൻ സാധിക്കില്ല. പക്ഷേ ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ മാത്തമാറ്റിക്സിൻ്റെ യൂണിവേഴ്സിറ്റി, അവരുടെ ഒന്ന് നിങ്ങൾ ആഴത്തിൽ നോക്കിയാൽ ന്യൂട്ടൺ സീരീസ് എന്നാണല്ലോ അതറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പം മാധവൻ ഹൈഫൻ ന്യൂട്ടൺ സീരീസ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. നമ്മൾ എത്ര പേർക്കറിയാം? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലായിരുന്ന കാലത്ത് 15-ാം നൂറ്റാണ്ടിൽ, 17-ാം നൂറ്റാണ്ടിലാണല്ലോ ഈ തിയറി വന്നത്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നമ്മുടെ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള മാധവൻ്റെ, ഞാനവിടെ പോയി. ഇപ്പം കേന്ദ്ര സർക്കാരും വലിയൊരു തുക അതിനുവേണ്ടി റിസർച്ചിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിടയിൽ ഉണ്ടായിരുന്നു, നമുക്കറിയില്ല. ഇപ്പം നിങ്ങളെല്ലാവരും വാസ്തവത്തിൽ ബോൺസായി എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ബോൺസായി ഗ്ലാസ്സിലിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒരു വലിയ സയൻറ്റിഫിക് അച്ചീവ്മെൻ്റ് ആണത്. പക്ഷേ ജപ്പാനാണ് 1400 കൊല്ലം മുമ്പ് അത് കണ്ടുപിടിച്ചത്. ചൈനയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്നത്. പക്ഷേ ഞാൻ എല്ലാ ഗ്രാമങ്ങളിലും ഗോവയിലൂടെ പോയപ്പോൾ ഒരു വന്ധ്യവയോധികനായ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, സർ, അതിവിടെ കണ്ടുപിടിച്ചാണ് 5000 കൊല്ലം മുമ്പ് നമ്മുടെ ഭാരതത്തിൽ. അതുകൊണ്ട് വാമന വൃക്ഷ കല, വാമൻ ചെറുത്, വൃക്ഷം എല്ലാ ഭാഷയിലും, അത് എല്ലാ ഭാഷയിലും മരം എന്നുള്ള അർത്ഥത്തിലാണ്. കല ആർട്ടാണ്. അപ്പോൾ വാമന വൃക്ഷ കല. ഞാനിപ്പം ഗോവയിലെ രാജ്ഭവന് വന്നപ്പോൾ ഷാജി കണ്ടോന്ന് എനിക്കറിയില്ല, ഷാജി മക്കളെ കാണിച്ചു കൊടുത്തോ? അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും അറിയാതെ പോകുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹാർട്ടിനോട് ബന്ധപ്പെട്ട സർജൻ ആരായിരുന്നു? ചെങ്ങന്നൂക്കാരൻ ചെറിയാൻ. 3 തരത്തിൽ അദ്ദേഹം ആദ്യത്തെ ഹാർട്ട് സർജറി നടത്തി. കുട്ടികളുടേത് പുറത്തെടുത്ത് വെച്ച് വേറൊരാൾ കൂടിയുണ്ട്, ഞാനത് അദ്ദേഹത്തിന് മാത്രമല്ല. പക്ഷേ 50,000 സർജറി നടത്തിയ ആളാണ്. കഴിഞ്ഞ മാസം അദ്ദേഹം മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ വെച്ച് 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഫോണിൽ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മത്തിന് വേണ്ടി ഞാൻ പോയി, അത്രമാത്രം കണ്ടിട്ടില്ലെങ്കിലും പോയി. എന്താണെന്നറിയാമോ? ഗോവ രാജ്ഭവനിലേക്ക് വന്നാൽ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ആരാണ് ലോകത്തിലെ ആദ്യത്തെ സർജൻ. ആ സർജറിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മലയാളികളെ, മഹാരാഷ്ട്രക്കാരെ ഞാൻ ചോദിക്കുന്ന ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ സർജൻസിൻ്റെ കോളേജ്, മോസ്റ്റ് മോഡേൺ, 2 എണ്ണമാണ്. ഒന്ന് ലണ്ടനിലും മറ്റൊന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ. ആ മെൽബണിലേക്ക് പോയി നോക്കിയാൽ അവിടെ ദ ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞ വലിയൊരു പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതവിടെ സ്ഥാപിച്ചത് ഡോക്ടർ KM ചെറിയാൻ തൻ്റെ പണം ചെലവഴിച്ച്. ചെറിയാൻ സാറിൻ്റെ ഒരു ദോഷമുണ്ടായിരുന്നു, ആരോടും ശ്രദ്ധ കൂടും, ഭയങ്കര ദേഷ്യക്കാരനാണ്, ആളുകൾ പേടിയാണ്. പരമലയിൽ ആ ആശുപത്രിയൊക്കെ തുടങ്ങിയതാണ്. എന്നിട്ട് സഭയായിട്ട് തെറ്റിയിട്ട് അങ്ങനെ ആരെ അംഗീകരിക്കാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സർജറിയുടെ മേഖലയിലെ ഏറ്റവും വലിയ കുലപതി എന്ന് വേണം വിളിക്കാവുന്ന ആൾ അവിടെ ഈ പ്രതിമ ഉണ്ടാക്കുകയും ആ പ്രതിമ സ്വന്തം പൈസ കൊടുത്ത് ചെലവഴിച്ചവിടെ സ്ഥാപിച്ചു. ഞാനത് നെറ്റിലൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തെ തേടി പിടിച്ച് വിളിച്ച് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം നൽകിയ ആശയപ്രകാരമാണ്
നമ്മുടെ ഗോവയിലെ രാജ്ഭവനിൽ വലിയൊരു പണം, രാജ്ഭവന് ഫണ്ടൊന്നും ഇല്ലാത്ത ചെറിയ സ്റ്റേറ്റ് അല്ലേ, പക്ഷേ ആ ഫണ്ടെല്ലാം ശരിയാക്കി അവിടെ നമ്മുടെ ശുശ്രുതൻ്റെ ആ ലോകം അംഗീകരിച്ച, ഞാൻ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നു. അതിനെപ്പറ്റി വേണ്ടത് നടപടികൾ സ്വീകരിക്കുമായിരിക്കും. ഈ അമൂല്യമായ ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇപ്പം ഏറ്റവും ഒടുവിലായി ഇവിടുത്തെ അതിൻ്റെ പ്രിൻസിപ്പളും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായൊരു പുസ്തകം വന്നിട്ടുണ്ട്. വില്യം ഡാൽറിംബിൾ എന്ന് പറഞ്ഞ ആൾ എഴുതിയ പുസ്തകമാണ്. ബ്രിട്ടീഷുകാരനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അത് എവിടെ ആണെങ്കിലും പോയി നോക്കി പഠിച്ച് 20 കൊല്ലമോ മറ്റോ എടുത്തിട്ടാണ് ഇന്ത്യയെ പറ്റി അദ്ദേഹം പഠിച്ചിട്ട് വില്യം ഡാൽറിംബിളിൻ്റെ പുസ്തകം പുറത്തു വന്നത്. നിങ്ങൾക്കിവിടെ കിട്ടും, ബോംബെയിലൊക്കെ ലഭ്യമാണ്. 1999 രൂപയ്ക്ക് മറ്റോ ഇവിടെ വിൽക്കുന്നത്. ഒന്നും നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേരാ പുസ്തകത്തിന് ഗോൾഡൻ റോഡ്സ് എന്നാണ്. ഗോൾഡൻ റോഡ്സ്. ഈ പുസ്തകം വരുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്ന പേര് അതൊന്നുമല്ല. അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു ഹൗ ഏൻഷ്യന്റ് ഇന്ത്യ ട്രാൻസ്ഫർ ദ വേൾഡ്. ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും പ്രാമാണിക ശക്തി 11ാം നൂറ്റാണ്ടിന് മുമ്പ് ഭാരതമാണ്. അതുകൊണ്ട് അതിനെ ആളുകൾ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ഗോൾഡൻ റോഡ്സ് എന്ന് വിളിക്കുന്നു. അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്ക് അവിടെ എത്താൻ അങ്ങനെ സാധിക്കില്ല. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നായിട്ട് റോമൻ നാണയങ്ങൾ, ഇന്തോനേഷ്യയുടെ നാണയങ്ങൾ തുടങ്ങിയുള്ള അങ്ങനെയുള്ള സാധൂകരിക്കത്തക്ക ഒട്ടേറെ കാര്യങ്ങൾ ഞാനിതിവിടെ പറയാൻ കാരണം, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കടുത്തുരുത്തിയിലായിരുന്നു. അവിടുത്തെ MLA വിളിച്ചു. എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ലെങ്കിലും ഞാനത് വിളിച്ചപ്പം വടക്കുംകൂർ രാജവംശം അവരെ പറ്റിയുള്ള ഒരു കാര്യത്തിന് വേണ്ടി, അപ്പം ഞാൻ ആകെ പകച്ചുപോയി. ആ സബ്ജക്റ്റ് ഞാൻ പഠിക്കാൻ ഒരു പുസ്തകം എനിക്ക് ലഭ്യമല്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പാലായിലെ തിരുമേനി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അപ്പം ഞാനത് വളരെ സശ്രദ്ധം കേട്ട അവസരത്തിൽ അത് പറയുന്നു, ക്യാപിറ്റൽ ഓഫ് കുരുമുളക്. ഈ കുരുമുളക് കൊണ്ടുപോയിട്ടാണ് ഈജിപ്തിൽ പിരമിഡുകൾ, നമ്മൾ ഒരിക്കലും അതിനെ സംബന്ധിച്ചിടത്തോളം പിരമിഡുകൾ ശവശരീരം നശിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ആ സംവിധാനത്തിൻ്റെ പിന്നിലെ മാസ്മര ശക്തി കുരുമുളകായിരുന്നുവെന്നും ആ കുരുമുളക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയാണ് റോം ഉൾപ്പെടെ എല്ലാ ലോകത്തിലെ രാജ്യങ്ങളെയും നമുക്ക് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിച്ചതെന്നും ഈ വില്യം ഡാൽറിംബിളിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇന്ത്യ ഏകരാജ്യമല്ല, കുറേ കാര്യങ്ങളുണ്ട്, അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മുടെ മഹത്തായ സംസ്കാരം അറിയപ്പെട്ട ആനോഭദ്ര കൃതവോയന്ത വിശ്വന്തക, എവിടുന്നും ശുഭചിന്ത വരട്ടെ, സ്വീകരിക്കാൻ ഹൃദയകവാടം തുറന്നിട്ടിരിക്കുന്ന ജനങ്ങൾ, ആരെയും ആട്ടിപ്പായിക്കാത്ത ജനങ്ങൾ, കൊടുങ്ങല്ലൂരിലേക്ക് വന്ന വൈദേശികമായ പ്രദേശങ്ങളിൽ വന്നതിനെയൊക്കെ ആത്മീയതയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവയ്ക്കെല്ലാം സൗജന്യമായി സ്ഥലവും സംസ്കാരം വളരാനുമെല്ലാം അവസരമുണ്ടാക്കി കൊടുത്ത മഹത്തായ പൈതൃകം, ആ പൈതൃകമാണ് നമ്മളെല്ലാം കോർത്തിണക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായും നമ്മുടെ മലയാളികൾ എവിടെ പോയാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പൈതൃകത്തെ മറക്കാത്തവർ, പിറന്ന നാടിനെ മറക്കാത്തവർ, ജനിച്ച പ്രദേശത്തെ ഒരിക്കലും വിസ്മരിക്കാത്തവർ, ആ വിസ്മൃതി എന്ന രോഗം അങ്ങനെയാണല്ലോ, ആ രോഗം വർദ്ധിച്ചു വരുമ്പോഴും അതിജീവിക്കാൻ കരുത്തുള്ളവരാണ് മലയാളികൾ. അങ്ങനെ മലയാളത്തിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിയാമകമായ, നിർണായകമായ, ശാശ്വതമായ, അത്ഭുതകരമായ മുന്നേറ്റമുണ്ടാക്കുന്നു. ആ മുന്നേറ്റത്തിൻ്റെ ഒരു മാനബിന്ദുവായി ഈ സംഘടനയെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായും നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഗവർണറുണ്ട്, നിങ്ങളുടെ നല്ല പരിപാടി സംഘടിപ്പിക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട്, രാധാകൃഷ്ണ സാറ് ഇവിടെ വരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. എൻ്റെ ഈ 10 മിനിറ്റ് 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സാർ. ഡോംബിവില്ലി
മലയാളി സമൂഹം ബഹുമാനപ്പെട്ട ഗോവ ഗവർണറെ പിടിച്ചിരുത്തിയതാണോ, ഗോവ ഗവർണർ ബഹുമാന പുരസ്സരം നമ്മളെ പിടിച്ചിരുത്തിയതാണോ? നന്ദി സർ. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ്, നമ്മുടെ പ്രിൻസിപ്പൽ. വോട്ട് ഓഫ് താങ്ക്സ് പ്ലീസ്. Thank you, sir. Honorable Governor of Goa, Shri P.S. Sridharan Pillai, our esteemed chief guest for the 2 days inaugural function, the dignitaries on the dais, past and present office bearers, governing council members, and the members of Kerala Samajam Dombivli, esteemed faculty members, teaching and non-teaching staff members of Model School and Model College, alumni, and my dear students. It is my proud privilege and honor to propose the vote of thanks on this momentous occasion of the inaugural program of the third and final phase of the extension of our college building. First and foremost, I express my deepest gratitude to Honorable Governor Shri P.S. Sridharan Pillai sir for his gracing this occasion with his august presence. So, your speech has surely motivated us to continue the striving for excellence in the higher education. We are also sincerely thankful to all the dignitaries, invitees, past and present office bearers and governing council members of Kerala Samajam, and all other stakeholders whose efforts and contributions have made this college building a reality, a dream that has come true. Your constant encouragement and support have played a vital role in the growth of Model College. I also take this opportunity to thank all the past principals, past and present teaching and non-teaching staff for their relentless dedication. I thank our alumni and dear students for being the soul of our college. Special thanks to the organizing committee, security personnel, media, and all those who have worked behind the scene to make this program a grand success. Lastly, I thank each and every one of you present here today for being part of this significant milestone in the journey of our college towards achieving the excellence. Thank you all once again. Thank you. Jai Hind, Jai Maharashtra. ഒരിക്കൽ കൂടി നാഷണൽ ആന്തമാണ്. എല്ലാവരും all are requested to stand up for the national anthem. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगाल विंध्य हिमाचल यमुना गंगा उज्जल जलजिदरंगा तब शुभ नामे गाहे तब शुभ आशीष माहे गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे भारत माता की जय महाराष्ट्र.